ശമ്പളത്തെക്കുറിച്ചാണ് ഊന്നി പറയുന്നതെങ്കിലും അവർ വേറൊരു പോയിന്റ് പറയുന്നുണ്ട്. 2 ആളുകളുടെ 3 ആളുകൾ ജോലി എടുക്കേണ്ടി വരുന്നു, കണ്ടിന്യൂസ് ആയിട്ട് 36 hours വർക്ക് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയുന്നത്. അങ്ങനെ വർക്ക് ചെയ്യുന്നതിൻ്റെ അത് ക്രിമിനൽ ആക്റ്റാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ. അങ്ങനെ വർക്ക് പ്രത്യേകിച്ച് ഡോക്ടറെ കൊണ്ട് അങ്ങനെ വർക്ക് ചെയ്യാൻ പാടില്ല. നമുക്കൊരു 24 hours അല്ലെങ്കിൽ 20 hours എടുക്കും. കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡോക്ടർ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ 20th hour വരുന്ന രോഗിയുടെ കഥ എന്തായിരിക്കും? അവനെ എങ്ങനെയാണ് ഇവർ ഡയഗ്നോസ് ചെയ്യുന്നത്? അപ്പോൾ അങ്ങനെ ആളുകളെ ഒരാളുടെ ജോലി 2 ആളുടെ ജോലി ചെയ്യിപ്പിക്കുക, ഒരാൾ കൊണ്ട് 2 ആളെ ജോലി ചെയ്യിപ്പിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് 24 hours 30 hours ഒക്കെ വർക്ക് ചെയ്യിപ്പിക്കുക. അതുണ്ടെങ്കിൽ അതും എന്താണ് പോലീസിലും ലേബറിലൊക്കെ റിപ്പോർട്ട് ചെയ്യേണ്ട കേസാണ്. അതൊക്കെ വേണം. പക്ഷെ 40,000 രൂപ അവർ ബാംഗ്ലൂരിൽ അത് മതിയാവില്ല. അവരതിൽ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നു, അതും ശരിയാണ്. പക്ഷെ ഇന്നത്തെ ഇൻഡസ്ട്രിയിൽ ഒരു MBBS കഴിഞ്ഞ ഒരാൾക്ക് അതിൽ കൂടുതൽ ഡിമാൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. പിന്നെ അവർ പറയുന്നത് ഇത് 40,000 രൂപ മേടിക്കുന്നതിന് ഒരു കൊച്ചാക്കുന്ന സ്വഭാവത്തിൽ സംസാരിക്കുമ്പോൾ ആളുകൾക്ക് അതിനോടുള്ള ഒരു വിമർശനം ഉണ്ടാവും. മോമോ വിറ്റാൽ ഇതിലും കൂടുതൽ കാശുണ്ടാക്കാൻ പറ്റുന്നതാണ്. അത് ശരിയാണ്. മോമോ വിറ്റാൽ മോമോ വേണ്ടപ്പ സമൂസ വിറ്റാൽ മതി. സമൂസയും പഴംപൊരിയും വിറ്റാലും ഇതിൽ കൂടുതൽ കാശുണ്ടാക്കാൻ പറ്റും. അപ്പോൾ മോമോ വിൽക്കുക എന്നുള്ളത് ഒരു മോശം പരിപാടി, അല്ലെ മോമോ വിറ്റിട്ട് കാശുണ്ടാക്കുന്നു എന്നുള്ള മോശം പരിപാടി, ഇതെന്തോ ഉന്നത പരിപാടി എന്ന ആ സങ്കല്പമൊന്നും ശരിയല്ല. എനിവേ ഒരു ഡിബേറ്റ് അവർ ഓപ്പൺ ചെയ്തു. അവരവരുടെ ഭാഗം പറഞ്ഞു. അതിനുള്ള അവരെ പരിഹസിക്കുക, അവർക്കെതിരെ കൂട്ടം കൂടി ആക്രമിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷെ അതേസമയം അവർ പറഞ്ഞ ശൈലി, അത്തരം കാര്യങ്ങളിലൊക്കെ ആളുകൾക്ക് വിയോജനം ഉണ്ടാവും. ആ ഒരു ഡിബേറ്റ് നടക്കട്ടെ.